അഖിൽ രവീന്ദ്രൻ BJP. ശ്രീ അഖിൽ, ഇവിടെ കേന്ദ്ര ഏജൻസികൾ തലങ്ങും വിലങ്ങും കരുവന്നൂർ കേസ് അന്വേഷിച്ചതാണ്, ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ ഈ പാർട്ടിയുടെ യുവജന നേതാവ് ഇങ്ങനെ പറയുമ്പോഴും ഈ ഡിഫൻസ് എടുക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് MK കണ്ണനും പറയുന്നുണ്ടായിരുന്നു, 1 രൂപ പോലും എൻ്റെ അക്കൗണ്ടിലില്ല, കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചതാണല്ലോ, ചോദ്യം ചെയ്തതാണല്ലോ, ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്ന്. അവിടെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. അന്നൊരാക്ഷേപം ഉണ്ടായതാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഡീലിങ്സിന്റെ ഭാഗമായി ഇവരെ സഹായിക്കുന്നു എന്ന്. അതും പറയാമല്ലോ. അങ്ങനെയുള്ള ആരോപണം ഇനി പൊടിതട്ടിയെടുക്കാമല്ലോ വേണമെങ്കിൽ. കാരണം യുവജന നേതാവ് തന്നെ, DYFIയുടെ നേതാവ് തന്നെ പറയുകയാണ് ഇവർക്കെല്ലാം വലിയ ബന്ധങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഉയർച്ചയുണ്ട് എന്ന്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേവലം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അത് അന്വേഷണത്തിന്റെ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള CPMന്റെ സഖാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ചും അവരുടെ അക്കൗണ്ടുകളെ കുറിച്ചും അവർ നടത്തിയിരിക്കുന്ന അഴിമതികളെ കുറിച്ചും ബാങ്കുകൾ പൂട്ടിച്ചുകൊണ്ട്, ബാങ്കുകൾ പൊട്ടിച്ചുകൊണ്ട് AC മൊയ്തീന്റെയും MK കണ്ണന്റെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് തൃശൂർ ജില്ലയില് 7ഓളം ബാങ്കുകൾ, 7ഓളം കോപ്പറേറ്റീവ് ബാങ്കുകൾ മനഃപൂർവ്വം പൊട്ടിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഡീലിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് അവരുടെയൊക്കെ പ്രവർത്തകരുടെ അനുഭവവും അവരുടെയൊക്കെ നേതാക്കന്മാരുടെ ഈ അഴിമതിയും കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്ന CPMന്റെ നേതാക്കന്മാരും ഭരണപക്ഷ നേതാക്കന്മാരും നടത്തിയിരിക്കുന്ന അഴിമതികൾ, അവർ നടത്തിയിരിക്കുന്ന ഡീലുകൾ, അവർ നടത്തിയിരിക്കുന്ന ഏജന്റ് പണി, ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹവും സഖാക്കന്മാരും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസിന്റെ പേരിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. കേരളത്തിലെ CPMന്റെ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സ്രോതസ് അവരെങ്ങനെ സമ്പാദിച്ചു, അവരെങ്ങനെയാണ് ഒരു സാധാരണക്കാരായി ജീവിച്ചു വന്നിരുന്ന നേതാക്കന്മാര് 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് സ്വായത്തമാക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. കള്ള വോട്ട് നടത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഭൂമി മാഫിയകൾ, ഇത്തരത്തിലുള്ള ഡീലിങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഇപ്പോ നമുക്കറിയാം കോട്ടയം ജില്ലയില് CPMന്റെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വഴിയോര കച്ചവട സംഘത്തിന്റെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി, CI2ന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുകേഷ് മുരളി എന്ന് പറയുന്ന കോട്ടയം സ്വദേശി, ചെറക്കടവ് സ്വദേശി എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അനധികൃത സ്വത്തും അതോടൊപ്പം തന്നെ ഈ ബ്ലേഡ് മാഫിയയുടെ സംഘ തലവനായി പ്രവർത്തിക്കുന്നു കോട്ടയം ജില്ലയിൽ. പക്ഷെ ഇവർ ഈ കരുവന്നൂർ വിഷയത്തിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്തതാണ് കേട്ടോ, കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തതാണ്, പക്ഷെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ ചോദ്യവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും അത് തുടർ പ്രക്രിയയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് MK കണ്ണന്റെയോ CPM നേതാവിന്റെയോ അല്ലെങ്കിൽ CPM നേതാക്കളുടെയോ അഭിപ്രായമല്ലല്ലോ വരേണ്ടത്. ഏജൻസികളുടെ അന്വേഷണം അത് കൃത്യമായി നടക്കുന്നു. ഞങ്ങൾ കരുവന്നൂർ സേവ് കരുവന്നൂർ എന്ന പ്രകടനവും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനവും ഞങ്ങൾ നടത്തിയപ്പോൾ, ഭാരതീയ ജനതാ പാർട്ടി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നടത്തിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, AC മൊയ്തീന്റെയും MK കണ്ണന്റെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ഈ ബാങ്ക് പൂട്ടിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന കൊള്ള, ഈ ബാങ്കിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന അഴിമതി അത് പുറത്തു കൊണ്ടുവരണം, കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം കൃത്യമായി നടക്കുന്നു. അതിന്റെ തെളിവ് കേവലം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. വയലുകളും അതോടൊപ്പം തന്നെ വില ഇല്ലാത്ത ഭൂമികൾക്ക് കോടിക്കണക്കിന് രൂപകൾ ലോൺ കൊടുത്തുകൊണ്ട് ഏജന്റുമാരെ പോലെ, കമ്മീഷൻ പറ്റുന്ന ആളുകളെ പോലെ പ്രവർത്തിച്ച CPM നേതാക്കന്മാരാണ് തൃശ്ശൂരുള്ളത്. ഇത് കേവലം നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം, ഇതിനുള്ള തെളിവ് ഇപ്പോൾ MK കണ്ണനും AC മൊയ്തീനുമെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള തെളിവ് ഈ യുവ നേതാവ് കൊണ്ടുവരണമെന്നാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദ് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്തിനാണ് ഇത് തെളിവ് കൊണ്ടുവരുന്നത്? ഇത് ഈ സമയത്ത് വരെ പാർട്ടിയെ പ്രതിരോധിച്ചിട്ടുള്ള ആളാണ്, പാർട്ടിക്ക് അനുകൂലമായി നിന്നയാളാണ്.
കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരുന്നയാളാണ്. എം കെ കണ്ണനും AC മൊയ്തീനും അനുകൂലമായിട്ട് പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ രഹസ്യമായിട്ട് പറയുമ്പോൾ, രഹസ്യമായിട്ട് സമ്മതിക്കുമ്പോൾ അതിനി എന്ത് തെളിവാണ് അദ്ദേഹം കൊണ്ടുവരേണ്ടത്? എന്നോടാണോ? അതെ, തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയല്ലേ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ എല്ലാവരും ചോദിക്കുന്നത്. അബ്ദുൽ ഖാദർ, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, എന്റെ നാട്ടുകാരനായിട്ടുള്ള ഗുരുവായൂരുകാരനായിട്ടുള്ള അബ്ദുൽ ഖാദർ ചോദിച്ച ചോദ്യം ഇതാണ്. കൂടുതൽ തെളിവുകൾ, ഇനി എന്ത് തെളിവാണ് വേണ്ടത്? പരസ്പരം ഇവിടെ മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കുക, പാർട്ടി സഖാക്കൾക്കുള്ളിലുള്ള ഇത്തരം ടെലിഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ ചോർന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിത്തെരിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരിക. ഇതിപ്പോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ ശരത്ത് ഇത്തരത്തിൽ പലരോടും സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ നിന്നോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതും ശരത്തിനെ പോലുള്ള നേതാക്കന്മാർ പരസ്പരം ഇത്തരത്തിലുള്ള അപച്യുതിയെ കുറിച്ചിട്ടുള്ള വ്യാകുലപ്പെടുന്നവർ തങ്ങളുടേതായിട്ടുള്ള പാർട്ടിയുടെ ഈ പണത്തിന് പുറകെയുള്ള ഓട്ടത്തെ കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഇതൊന്നും അല്ല. പക്ഷെ അതൊന്നും വരില്ല. കാരണം ഇവിടെ ഈ BJPയുടെ നേതാവ് സംസാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ലോകത്തിലെ എവിടെയാണ് ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ജനങ്ങൾക്ക് വാക്കു കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ഒരാളുടെയും പണം പോവില്ല. പറ്റാവുന്ന മലയാളത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഒരാളുടെയും പണം പോവില്ല, ഞങ്ങളത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളത് പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്യും. എന്റെ 1-2 ബന്ധുക്കളുടെ പൈസ ഈ കരുവന്നൂരിലെ പണം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് അവരോട് ഈ ചർച്ചയ്ക്ക് മുമ്പ് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആ പണം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയില്ല. മെയ് മാസത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2025 ഏപ്രിൽ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് നമുക്ക് മറ്റൊക്കെ വിടുക. സുരേഷ് ഗോപി ജാഥ നടത്തിയതും സുരേഷ് ഗോപി നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയതും ഒക്കെ വിടുക. ഒരു പ്രധാനമന്ത്രി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രി കീഴിലുള്ള എല്ലാവിധ ഏജൻസികളും അന്വേഷിച്ചിട്ട് എന്താ ഉണ്ടായത്? മൊയ്തീന്റെ സീസ് ചെയ്ത പണം പോലും ഹൈക്കോടതി വിട്ടുകൊടുക്കാൻ പറഞ്ഞ ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിമാര് വിഡ്ഢികളാണോ? മൊയ്തീൻ ഈ പ്രശ്നങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ED നിരത്തിയ വാദങ്ങളിലൂടെ സമർത്ഥിച്ചതിന്റെ പേരിലാണ് എന്റെ പണം വിട്ടു തന്നത് എന്ന് AC മൊയ്തീന്റെ വാദം ഞങ്ങളെ പോലുള്ളവർക്ക് അംഗീകരിക്കത്തക്ക തോതിലല്ലേ? അതായത് താങ്കൾ പറയുന്നു അവിടെ ഒരു ഡീലിങ്സ് ഉണ്ടായിരുന്നു എന്നാണോ? CPM BJP ഡീലിങ്സ് നടന്നു എന്നുള്ളതാണല്ലോ അന്നത്തെ ഒരു ആരോപണം കൂടിയായിരുന്നുവല്ലോ ഇത്. പക്ഷേ അഖിൽ രവീന്ദ്രൻ പറയുന്നത് അന്വേഷണം നടക്കുന്നു എന്നാണ്. പക്ഷേ അഖിൽ അത് ബോധ്യമാകുന്നില്ല കേട്ടോ. കാരണം പാർട്ടിയുടെ അല്ലെങ്കിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും ബോധ്യമുണ്ട് MK കണ്ണനും AC മൊയ്തീനും ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന്. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് അത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അല്ല, കേന്ദ്ര ഏജൻസികളും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും കേവലം ഒരു വർഷം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കള്ളത്തരങ്ങളും കൊള്ള സംഘവുമാണ് ഈ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നടത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായ അന്വേഷണങ്ങൾ വേരുകളിലേക്ക് പോകണം. ആ വേരുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് ആരുടെയൊക്കെ പേരിലാണ് പ്രോപ്പർട്ടികൾ എടുത്തിട്ടുള്ളത്, ആരുടെയൊക്കെ പേരിലാണ് ലോണുകൾ കൊടുത്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. AC മൊയ്തീനെ വെള്ളപൂശിട്ട് കാര്യമില്ല. AC മൊയ്തീനും CPMന്റെ നേതാവായിട്ടുള്ള MK കണ്ണൻ അടക്കമുള്ള ആളുകൾ നടത്തിയിരിക്കും. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, പല വോയിസുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ CPM നേതാക്കന്മാരുടെയും CPM പ്രവർത്തകരുടെയും വോയിസുകൾ പുറത്തേക്ക് വന്നാൽ നമ്മൾ ഞെട്ടിദ്ധരിക്കുമെന്ന്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇവിടെ കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കള്ളസംഘത്തെ സഹായിക്കുന്ന നിലപാടാണ് CPMന്റെ ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ ഒരു ബാങ്കിൽ നടത്തിയിട്ടുള്ള കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ നടത്തിയിരിക്കുന്ന അഴിമതികൾ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം കൃത്യമായി അവരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് തെളിവുകൾ കൊടുക്കുവാൻ അവർ അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ ഏറ്റെടുക്കാത്തത്? ഈ കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കാത്തത്? CPMന്റെ നേതൃത്വം ഏറ്റെടുക്കാത്തത്? അപ്പൊ കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന കൊള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന ഈ അനധികൃത സമ്പാദ്യങ്ങൾ, പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് നടത്തിയിരിക്കുന്ന ഡീലിങ്, കൊള്ള സംഘം, അതായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഏജന്റുമാരാകുകയാണ്. സർക്കാരിനും ഈ വലിയ ബിസിനസ് മുതലാളിമാർക്കും അവർക്കിടയിൽ നിന്നുകൊണ്ട് ഡീല് നടത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ സമ്പത്ത് വളർത്തിപ്പിക്കാനും അവരുടെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി മേടിച്ച കഥ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകൾ
ഡീലിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ട് എവിടെ നിന്നാണ് പണം അപഹരിക്കേണ്ടത്, ആരിൽ നിന്നുമാണ് പണം അപഹരിക്കേണ്ടതെന്ന ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം സംസ്ഥാന ദേശീയ നേതാക്കന്മാർ വരെ മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ, സഖാക്കന്മാര്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അവന്റെ കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് അവൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവനെ നശിപ്പിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ശരി, ശ്രീ റജി ലൂക്കോസ്, ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ കാര്യം റെക്കോർഡുകൾ ഇനിയും ഉണ്ടാവും, അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ മുഖം വീണ്ടും വികൃതമാവും എന്നാണ്. അതായത് ഇതൊരു ഒറ്റ സാമ്പത്തിക ഡീലിംഗ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എം കെ കണ്ണനെ കുറിച്ച്, അതുപോലെ തന്നെ AC മൊയ്തീനെ കുറിച്ച്, പിന്നെ ഒരു വർഗീസ് കണ്ടംകുളത്തി, സേവിയർ കാട, ഇവരുടെയൊക്കെ പേരൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത് തന്നെയാണ് ഈ പറയുന്ന ശരത് പ്രസാദും പറഞ്ഞിരിക്കുന്നത്. അല്ല മഞ്ജുഷ, ഉറച്ച ചോദ്യം. എം കെ കണ്ണന് ജാമ്യം കൊടുത്തുകൊണ്ട്, മാസങ്ങളോളം തടവിലിട്ട എം കെ കണ്ണന് ജാമ്യം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ ജയിലിലിട്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ തടവിലിട്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? 1 രൂപയുടെ അഴിമതിയോ കള്ളപ്പണമോ അല്ല മറ്റു തരത്തിലുള്ള കൃത്രിമമാർഗത്തിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും നാളായിട്ട്. ഇവര് കൊടുത്ത അഫിഡവിറ്റ് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ 1 പൈസ പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇതല്ലേ ജനാധിപത്യത്തിൽ നിയമവ്യവസ്ഥ പാലിക്കുന്ന ഏതൊരു ഗവൺമെന്റിനും അല്ലെങ്കിൽ ഏതൊരു അന്വേഷണ ഏജൻസിക്കും അതിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഹൈക്കോടതി അങ്ങനെയല്ലേ അദ്ദേഹത്തിന് ദീർഘകാലത്തിന് ശേഷം ജാമ്യം കൊടുത്തത്? AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം ശ്രമം നടത്തി? ഇവർക്ക് ചെയ്യാൻ പറ്റിയോ? ഇനി കരുവന്നൂർ ബാങ്കിലേക്ക് വരാം. കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്, അവിടെ തട്ടിരിക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ അവിടുത്തെ 4 ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ്. അതിലൊരു ഉദ്യോഗസ്ഥനെ തങ്ങളുടെ പക്ഷത്താക്കിക്കൊണ്ട് അയാൾ മറ്റുള്ളവർക്ക് ആണെന്ന് പറഞ്ഞ് ചാർത്തി കൊടുത്തതിനെ കുറിച്ച് കോടതി വിമർശിച്ചു. ഇന്ന് അയാൾ പ്രതിപ്പട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. 105 കോടി രൂപ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവത്തിന്റെ നേതൃത്വത്തിൽ 105 കോടി രൂപ ഈ പാവപ്പെട്ട സഹകാരികൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 212 ബാങ്കുകളെ കുറിച്ച് ആരോപണം വന്നു, സഹകരണ ബാങ്കുകളെ കുറിച്ച്. അതിൽ 162 ബാങ്കുകളിലും ഈ തട്ടിപ്പ് നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന 40ഓളം ബാങ്കുകൾ ഏതാണ്ട് CPM ഭരിക്കുന്നുണ്ട്. ഇത് താങ്കൾ പറയുന്നത് കേട്ടതൊന്നും കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്, കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഈ പറയുന്ന ശരത് പ്രസാദ് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. അത് കരുവന്നൂരിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല. CPM നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറും. ഇത് പറയുന്ന മറ്റാരുമല്ല, DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ഏരിയ സെക്രട്ടറിക്ക് പരമാവധി 10,000 രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നത്. ജില്ലാ ഭാരവാഹിയായാൽ അത് 25,000-ന് മുകളിലാകും. പാർട്ടി കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ 75,000 മുതൽ 1 ലക്ഷം രൂപ വരെയാകും പിരിവ്. സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം. ഇതാണ് ശരത് പ്രസാദ് പറയുന്നത്. CPMന്റെ ജില്ലാ ലീഡർഷിപ്പിലുള്ള ആർക്കും സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ല. നേതാക്കളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറുന്നു. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണ്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ മിടുക്കന്മാരാണ്. എം കെ കണ്ണന്, താങ്കളീ പറയുന്ന എം കെ കണ്ണന് കോടാനുകോടി സ്വത്ത്, കപ്പലണ്ടി കച്ചവടം ചെയ്ത കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത്ര വലിയ ഡീലിങ്സ് ആണ് അവരൊക്കെ നടത്തുന്നത്. KKR, സേവിയർ, രാമചന്ദ്രൻ, AC മൊയ്തീൻ ഒന്നും നിസാര ആളുകളല്ല. ജില്ലയിലെ അത്ര വലിയ അപ്പർ ക്ലാസ് ആളുകളുമായി ബന്ധങ്ങളാണ് AC മൊയ്തീൻ ഉള്ളത്.